ഓക്കെ, നിങ്ങൾക്ക് ഇപ്പൊ എന്നെയും കാണാൻ പറ്റുന്നുണ്ട്, സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഓക്കെ, യെസ് കാണാം. സോ ഞാനിത് PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ക്രോപ്പ് ചെയ്ത് ഇട്ടതാണ്. അതുകൊണ്ട് ചിലപ്പോൾ ഒരു കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും. അത് കുഴപ്പമില്ല. ഞാൻ PDF ഗ്രൂപ്പിൽ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അത് റീഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യാമോ? ഓക്കെ, ഒരു 30 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാം ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കില്ലല്ലോ. വൈഫൈ മോഡം ഇന്നലെ രാത്രി മുതൽ പോയതായിരുന്നു. ഇപ്പോഴാണ് കുറച്ചു മുമ്പാണ് കംപ്ലൈന്റ് കൊടുത്തത് റെഡിയാക്കിയത്. ഓക്കെ, സോ അഗെയിൻ നമ്മൾ ഓൾറെഡി പൊളിറ്റിയുടെ എക്കണോമിക്സിന്റെ ഒക്കെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ അതൊക്കെ കാണണം. അതിന്റെ റെക്കോർഡിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കണം. ഓക്കെ, ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ടുള്ള ക്ലാസ് ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് അടുത്ത തിങ്കളാഴ്ച മുതലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ആ സമയത്ത് 2 മണിക്കൂറും 1.5 മണിക്കൂറോ 2 മണിക്കൂറോ ഒക്കെ ആയിരിക്കും ക്ലാസ്സസ് ഉണ്ടാവുക. ഇതൊക്കെ ഒരു കൂൾ ഓഫ്, എന്താ പറയാ, നിങ്ങൾ ഈ ഒരു പ്രൊസീജിയറിൽ ഒരുപാട് തവണ ഞാൻ പറഞ്ഞു, ഈ ഒരു പ്രൊസീജിയറിൽ കയറി വരുന്നത് വരെയുള്ള ഒരു കൂൾ ഓഫ് ടൈം. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ ഡിഗ്രി ലെവലിൽ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാക്കി ഐ തിങ്ക് എല്ലാവരും ജോലിയിലായിരിക്കും. ഓക്കെ, നമുക്ക് റെക്കോർഡിങ്സ് ഇടാം. ഓക്കെ, നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് എനിക്ക് കാണാൻ പറ്റും. ഓക്കെ, റൈറ്റ്. സോ നമുക്ക് ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സിന്റെ സോഴ്സസ് എവിടുന്നാന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ കഴിഞ്ഞ നമ്മുടെ കേരള ബാങ്കിന്റെ മെയിൻസും മാർക്കറ്റിംഗ് ഓർഗനൈസർ അതിന്റെ രണ്ടിന്റെയും മെയിൻസിലെ ക്വസ്റ്റ്യന്റെ ഈ പറഞ്ഞ കറണ്ട് അഫയേഴ്സ് ടോപ്പിക്കുകളാണ് ഞാൻ എടുത്തിട്ടുള്ളത്, ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ഈ കഴിഞ്ഞ കേരള ബാങ്കിന്റെ മെയിൻസ് മുതലാണ് ഒരു ഡിഗ്രി ലെവലിൽ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ചസ് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഭയങ്കരമായിട്ടുള്ള ഒരു ഷിഫ്റ്റ്, പാറ്റേൺ ചേഞ്ചും, അല്ലെങ്കിൽ എക്സാമിനറിന്റെ മൈൻഡ് സെറ്റ് ഒക്കെ മാറി, അല്ലെങ്കിൽ എക്സാമിനർ ക്വസ്റ്റ്യൻ ഇടുന്ന ടീച്ചേഴ്സ് ഉണ്ടാവുമല്ലോ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇടുന്ന എക്സാമിനേഴ്സ് മാറി എന്നൊക്കെ നമുക്ക് തോന്നാമല്ല, അതാണ് സത്യം. ഓക്കെ, സോ യു തിങ്ക്, അപ്പൊ നമുക്ക് ഇതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് നമ്മുടെ കേരള ബാങ്ക് മെയിൻസ് ആണെന്ന് തോന്നുന്നു, റൈറ്റ്? ക്രിമിനൽ ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. ഓക്കെ, നമ്മുടെ ഈ പറഞ്ഞ പോലെ തന്നെ IPC മാറി അല്ലെ, CRPC മാറി, ഇന്ത്യൻ എവിഡൻസ് ആക്ട് മാറി, എല്ലാം മാറി, പുതിയ നിയമങ്ങൾ എഫക്റ്റീവ് ആയിട്ട് ജൂലൈ 1 മുതൽ വരികയാണ്. ഓക്കെ, സോ ഈ ഒരു സോഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഒരുപാട് സ്ഥലത്ത് റീഡ് ചെയ്തിട്ടുണ്ടാവും ഈ ഒരു ടോപ്പിക്. ഓക്കെ, ഇതൊരു ക്വസ്റ്റ്യൻ വളരെ മീഡിയം ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇത് ഈ ടോപ്പിക് വായിക്കാത്തവർക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ ഈ ടോപ്പിക് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും, ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഈ ടോപ്പിക് ഈസി ആയിട്ടുണ്ടാവും. എന്നാലും ഇതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമുക്ക് എന്താ, ഈ വിഷൻ IASന്റെ മന്ത്ലി മാഗസീൻ, വിഷൻ IAS കട്ടി കൂടിയോ ഡ്രോയിങ്ങിന്? ഓക്കെ, വിഷൻ IASന്റെ മന്ത്ലി മാഗസീൻ ആണ്. ഓക്കെ, 1-2 ക്വസ്റ്റ്യൻസ് അല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ വിഷൻ IASന്റെ മന്ത്ലി മാഗസീനിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, എല്ലാ കുറച്ച് മാസങ്ങളുടെ മുമ്പത്തെ, അതായത് കറണ്ട് അഫയേഴ്സ് ഈ കഴിഞ്ഞ മെയിൻസിനൊക്കെ ചോദിച്ചിട്ടുള്ള കറണ്ട് അഫയേഴ്സ് കൂടുതൽ 2024 ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഓക്കെ, സെപ്റ്റംബർ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് പോലും PSC ചോദിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നമ്മളിപ്പോ നമ്മുടെ പ്രിലിമിനറി എക്സാമിനാണെങ്കിൽ ജാനുവരി 2024 മുതൽ പ്രിലിമിനറി എക്സാമിന്റെ ഒരു മാസം മുമ്പ് വരെയുള്ള, ഫോർ എക്സാമ്പിൾ മാർച്ച് ആയിരിക്കും അല്ലെ, മാർച്ച് 2025 വരെയുള്ള എല്ലാ കറണ്ട് അഫയേഴ്സും നമ്മൾ ഫോളോ ചെയ്യും. ഓക്കെ, ഇവിടെ പഠിപ്പിക്കും, ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. അപ്പൊ അതിനനുസരിച്ച് ഈ പറഞ്ഞ പോലെ മെയിൻസ് ആകുമ്പോഴേക്ക് സെപ്റ്റംബർ, ഒക്ടോബർ ഒക്കെ ആയിരിക്കും മെയിൻസ്. അപ്പൊ ഇതിന്റെ കൂടെ തന്നെ നമ്മൾ മെയിൻസിനും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവഞ്ച്വലി നിങ്ങൾ മെയിൻസിന് വേറെ രീതിയിൽ പ്രിപ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് തന്നെ മതി. ദിസ് ഈസ് ഇന്നഫ്. ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്, ഡെമോ നോട്ട് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അത് അവസാനം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതിന്റെ ഉത്തരം നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വിഷൻ IASന്റെ മന്ത്ലി മാഗസീൻ വായിച്ചാൽ കിട്ടും, അല്ലെങ്കിൽ ഹിന്ദു ന്യൂസ് ഒക്കെ വായിക്കുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ വായിച്ചു കഴിഞ്ഞാൽ കിട്ടും. പക്ഷെ ഒരു സത്യാവസ്ഥ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC ഉദ്യോഗാർത്ഥികളിൽ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും വായിക്കുന്നവർ വളരെ കുറവാണ്. ഓക്കെ, ദാറ്റ് ഈസ് ദ ട്രൂത്ത്. അതാണ് സത്യാവസ്ഥ. അപ്പൊ ഇനി മുതൽ ഞാൻ പറയാം, ഹിന്ദുവിന്റെ ഒക്കെ
പേപ്പറിന് തന്നെയാണ്, അതേപടി തന്നെയാണ് കുറെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ്, എന്താ പറയാ, കോപ്പി പേസ്റ്റ് ചെയ്ത പോലെ വെച്ചിട്ടുള്ളത്. ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യൻ അങ്ങ് പോട്ടെ. അതേപോലെ ഇത് കണ്ടോ നിങ്ങൾ, വിഷൻ ഐഎസിന്റെ മന്ത്ലി മാഗസീൻ എല്ലാം വളരെ ഭംഗിയായി കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദിസ് ഈസ് ഫോർ പിന്നെ UPSC സിവിൽ സർവീസസിന്റെ മെയിൻസിന് വേണ്ടിയിട്ടുള്ള ഒരു മന്ത്ലി മാഗസീൻ ആണ്. ഓക്കെ, പ്രിലിംസ് കം മെയിൻസ്. അപ്പൊ ഇത് പ്രിലിംസ് കം മെയിൻസ് ആയതുകൊണ്ട് തന്നെ കുറെ ടോപ്പിക്കുകൾ നമുക്ക് വേണ്ട. അപ്പൊ അത് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് എടുക്കണം. ഓക്കെ, ചുമ്മാ വേണ്ടാത്ത കുറെ കാര്യങ്ങൾ പഠിച്ചിട്ട് ഒരു കാര്യമില്ല. നമ്മുടെ തലയിൽ അല്ലെങ്കിലേ പഠിച്ച സ്ഥലം ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ ഇടയിൽ പിന്നെയും കുത്തിക്കയറ്റേണ്ട ആവശ്യമില്ല. അപ്പൊ നമുക്ക് വേണ്ടത് മാത്രം, പ്രിലിംസിന് വേണ്ടത് മാത്രം ഇങ്ങനെ എടുക്കുക, പഠിക്കുക. ഓക്കെ, അത് ഞാൻ നിങ്ങൾക്ക് PDF ആയിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും. അതാണ് എന്റെ ഡ്യൂട്ടി. ഓക്കെ, PDF-ഉം അതേപോലെ ക്ലാസ്സസും ഉണ്ടാവും. ഓക്കെ, സോ യു ക്യാൻ സി എ ഭാരതീയ, ഇതിന്റെ ഡിമെറിറ്റ്സും മെറിറ്റ്സും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അതൊന്നും നമുക്ക് ഇമ്പോർട്ടന്റ് അല്ല. അടുത്തൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയേ. അഡ്വാൻസ്ഡ് സ്പേസ് ബോണ്ട് തെർമൽ എമിഷൻ ആൻഡ് റിഫ്ലക്ഷൻ റേഡിയോമീറ്റർ എസ്റ്റർ അല്ലെ, റിമോട്ട് സെൻസിങ് ഇൻസ്ട്രുമെന്റ്. ഓക്കെ, യു ക്യാൻ സീ ഇറ്റ് ഇൻ ഹിന്ദുസ്ഥാൻ ടൈംസിൽ, ഹിന്ദുവിലെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നാസ സാറ്റലൈറ്റ് ക്യാപ്ചേഴ്സ് ഓൾഡ് ഹോൾസ്. ഈ സാറ്റലൈറ്റ് എപ്പോഴും ഇങ്ങനെ ന്യൂസിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ഇമേജസ് ക്യാപ്ചർ ചെയ്യും, അല്ലെങ്കിൽ ആ രീതിയിൽ എപ്പോഴും ഇതിങ്ങനെ ന്യൂസ് കറന്റ് റിലേറ്റഡ് ആയിട്ട് എപ്പോഴും ഇതിങ്ങനെ നിറഞ്ഞായിരിക്കും. ഓക്കെ, സോ യു ക്യാൻ സി സോഴ്സസ് നിങ്ങൾ കാണുന്നു. നാസയുടെ ടെറ സാറ്റലൈറ്റ് 30 ഇമേജസ്. ഇത് മാർച്ച് 2024 വന്ന കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, ജസ്റ്റ് മൂവ് ടു അതർ ക്വസ്റ്റ്യൻ. അതേപോലെ തന്നെ യെസ്, ഈ ക്വസ്റ്റ്യൻ അറിയാലോ അല്ലെ, മൾട്ടിപർപ്പസ് പ്രൊജക്ട് സംടൈംസ് സീൻ ഇൻ ന്യൂസ് ഇസ് എ ബൈ നാഷണൽ ഹൈഡ്രോ പവർ പ്രൊജക്ട്. ഇതിന്റെ സോഴ്സും ഈ പറഞ്ഞ പോലെ ഹിന്ദുവും ഇന്ത്യൻ എക്സ്പ്രസും എല്ലാത്തിലും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഭയങ്കര ന്യൂസ് ആയിരുന്നു. ഓക്കെ, നമ്മുടെ യു ക്യാൻ സീ ഹിയർ എക്സ്റ്റേണൽ മിനിസ്റ്റർ ജയശങ്കറും അതേപോലെ തന്നെ നേപ്പാളിലെ നേപ്പാൾ ഇന്ത്യ ഒഫീഷ്യൽ ഡയലോഗ് സൈലന്റ് ഓൺ ലാൻഡ്മാർക്ക് പഞ്ചശീർ പ്രൊജക്ട്. ഓക്കെ, എല്ലാ പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ വിഷൻ IASന്റെ മന്ത്ലി മാഗസീനിൽ ഇത് കവർ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എല്ലാ ഈ പറഞ്ഞ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള എല്ലാ രീതിയിലുള്ള ടോപ്പിക്കുകളും ഇത് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സെൻട്രൽ ഗവൺമെന്റ് സ്കീം ലോഞ്ച്ഡ് വാസ്, യെസ്, സുപ്രീം കോടതിയുടെ വിധി അല്ലെ. യു ക്യാൻ സി, ഹിന്ദുവിൽ കാണാം, സുപ്രീം കോടതി ഡിക്ലെയർസ് ഇലക്ട്രൽ ബോണ്ട് സ്കീംസ് ആസ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വിഷൻ മന്ത്ലി മാഗസീനും ഒട്ടുമിക്ക ന്യൂസിലും ഇന്ത്യൻ എക്സ്പ്രസിനും എല്ലാം കവേർഡ് ആണ്. ഓക്കെ, സോ യു സീ ദാറ്റ് ഇതിന്റെ ട്രെൻഡ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നാഷണൽ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ന്യൂസസ്, അതേപോലെ തന്നെ സിവിൽ സർവീസസ് മാതൃകയിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഓക്കെ, UPSC CSC മാതൃകയിൽ ചോദിക്കുന്ന പ്രിലിമിനറി ചോദിക്കുന്ന ചോദ്യങ്ങളുടെ രീതിയിലുള്ള അതേ സ്റ്റാൻഡേർഡിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പം കഴിഞ്ഞ ഒരു 2-3 മെയിൻസിന് ചോദിക്കുന്നത്. ഓക്കെ, സോ ഇതിനനുസരിച്ച് നമ്മളും നമ്മുടെ പഠിത്തത്തിന്റെ മെത്തേഡും അതിന്റെ പ്രൊസീജിയേഴ്സും എല്ലാം മാറ്റേണ്ടിയിരിക്കുന്നു. ഓക്കെ, ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാനറ്ററി ബൗണ്ടറീസ്, അതെന്താണ്? ഓക്കെ, ഡൗൺ ടു എർത്ത് മാഗസീൻ. ഓക്കെ, ഡൗൺ ടു എർത്ത് മാഗസീൻ എന്ന് പറഞ്ഞാൽ UPSC പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരുപാട് കേട്ട് പരിചയമുള്ള ഒരു മാഗസീൻ ആണ് ഡൗൺ ടു എർത്ത്. ഓക്കെ, അതിലൊക്കെ ഇത് കവേർഡ് ആയിരുന്നു. സോ ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു സെൻട്രൽ തീം എന്താ വെച്ച് കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കരമായി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് സ്റ്റാൻഡേർഡ് നമ്മളും ആകണം. സ്ക്രീൻ കാണാൻ ഒക്കുന്നില്ല എനിക്ക്. വൈശാഖ്, വേറെ ആർക്കെങ്കിലും ആ ഇഷ്യൂ ഉണ്ടോ? സ്ക്രീൻ കാണാൻ പ്രശ്നമുണ്ടോ? ഓ, സ്ക്രീൻ കാണുന്നില്ലേ? അനൂപിന് കാണാം, സ്റ്റീലിന് കാണാൻ പറ്റുന്നുണ്ടോ? കാണുന്നില്ല. ബ്ലൂ കളറാണോ? ഓ ഹോ 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 ഹോ. ഓക്കെ ഓക്കെ, അനൂപിന് കാണുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? എന്നെ കാണുന്നുണ്ടോ? ശ്രദ്ധക്ക് കാണുന്നുണ്ട്. അപ്പൊ അനൂപിനും ശ്രദ്ധക്കും കാണാൻ പറ്റുന്നുണ്ടല്ലോ. കാണാം, നൈലിക്ക് കാണാം. അപ്പൊ കുറച്ചു പേർക്ക് കാണാം, കുറച്ചു പേർക്ക് കാണുന്നില്ല അല്ലെ? കാണാം, സംഗീതക്ക് കാണാം. ഇപ്പൊ കാണാം, ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ?
ഓക്കെ, അപ്പൊ കുറച്ച് പേർക്ക് കാണാൻ പറ്റുന്ന, ഐ തിങ്ക് അത് നിങ്ങളുടെ എന്റെ ഇഷ്യൂ ആണോ? അലങ്കൃതൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? റീജോയിൻ ആക്കിയപ്പോ കാണാം. ഓക്കെ, അപ്പൊ കുറെ പേർക്ക് കാണാൻ പറ്റുന്നുണ്ട്, കുറച്ച് പേർക്ക് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അപ്പൊ അത് നിങ്ങളുടെ നെറ്റിന്റെ ഇഷ്യൂ ആയിരിക്കും കേട്ടോ. കുറച്ച് പേർക്ക് കാണാൻ, കുറച്ച് പേർക്ക് കാണാൻ പറ്റുന്നില്ലെങ്കിൽ ഓക്കെ ആയി, ഓക്കെ ആയി, ഓക്കെ 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 ഓക്കെ. അങ്ങനെ വരാൻ വഴിയില്ല. ഇന്റർനെറ്റ് ഒക്കെ പെർഫെക്റ്റ് ആണ്, നല്ല സ്പീഡ് ഇന്റർനെറ്റ് ആണ്. ഓക്കെ, രേഷ്മക്ക് ഓക്കെ ആയി, റൈറ്റ്. സോ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, ഓക്കെ, നിങ്ങളിപ്പോ ഇത്രയും നേരം ഞാൻ പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ, ഓക്കെ, രണ്ടു മൂന്ന് ദിവസം ഞാൻ ഇത്രയും നേരം പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിൽ, ഞാൻ ലാപ്പില് സ്ക്രീൻ ഓൺ ആക്കിയിട്ടാണ് ഇതുവരെ ക്ലാസ് എടുത്തത്. ഓക്കെ, ഇറ്റ്സ് നിയർലി 15 മിനിറ്റ്സ് ആയി. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ 15 മിനിറ്റ് കാണാൻ പറ്റിയില്ലെങ്കിൽ തീർച്ചയായും റെക്കോർഡിങ്സ് കാണണം. ഓക്കെ, ഇതിന്റെ PDF ഞാൻ ഗ്രൂപ്പിൽ ഇട്ടുതരും. ഓക്കെ, ടെലിഗ്രാം ക്ലോസ് ചെയ്തിട്ട് കണക്ട് ആക്കിയപ്പോൾ ഓക്കെ ആയി. ഓക്കെ ഓക്കെ ആയി, ചിന്നസ്വാമി ഓക്കെ ആയി. സോ ദ കോൺസെപ്റ്റ് ഓഫ് പ്ലാനറ്ററി ബൗണ്ടറീസ്, ബീന നോക്കൂ. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ 15 മിനിറ്റ് ആർക്കെങ്കിലും കാണാൻ പറ്റിയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ റെക്കോർഡിങ്സ് കാണണം. ഓക്കെ ഓക്കെ, പ്ലാനറ്ററി ബൗണ്ടറീസ് കോൺസെപ്റ്റ് ചോദിക്കുന്നു അല്ലെ, എന്താണ് പ്ലാനറ്ററി ബൗണ്ടറീസ്? ഡൗൺ ടു എർത്ത് മാഗസീനിൽ ഭംഗിയായി കൊടുത്തിട്ടുണ്ടായിരുന്നു. 6 ഓഫ്, അതായത് 9 പ്ലാനറ്ററി ബൗണ്ടറീസ് ഒരു എന്താ പറയാ, ഒരു കൺവെൻഷൻ പോലെയുള്ള ഒരു സാധനമാണ്. 9-ൽ 6 ഹ്യൂമൻസ് ഫുൾഫിൽ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഓക്കെ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കറണ്ട് അഫയേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഭയങ്കരമായി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. ഓക്കെ, സിവിൽ സർവീസസ് മാതൃകയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, PSC ഏത് ക്വസ്റ്റ്യൻ ഇട്ടാലും, എത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഇട്ടാലും അതിലൊരു സോഴ്സ് ഉണ്ടാവും. ഓക്കെ, ഒരുപാട് പേര് പറയും സോഴ്സ് കാണുന്നില്ല, ഇതെന്ത് സോഴ്സ് ആണ്, ഇത് ഏത് സോഴ്സ് ആണ്? ചുമ്മാ പറയുന്നതാണ്. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, ഏത് ക്വസ്റ്റ്യനും എവിടുന്നെങ്കിലും, എക്സാമിനർ അല്ലാതെ ആകാശത്ത് നിന്ന് ക്വസ്റ്റ്യൻ ഇടൂലല്ലോ അല്ലെ? ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും, ഏത് ക്വസ്റ്റ്യൻ എടുത്താലും സോഴ്സസ് ഉണ്ടാവും. LSGIക്കും സോഴ്സസ് ഉണ്ടാവും. LSGIയുടെ ഞാൻ പേപ്പർ 2 ഒക്കെ നോക്കിയപ്പോൾ ഈ PIB അതേപടി കോപ്പി പേസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ, അതുകൊണ്ട് ദർ ഈസ് എ സോഴ്സ്. ഇപ്പൊ സോഴ്സ് ഇല്ല എന്നൊന്നും പറയുന്നത് വിശ്വസിക്കണ്ട. ഓക്കെ, ഒരുപാട് പേര് പറയും സോഴ്സ് ഇല്ല, ഇതൊക്കെ എവിടെ നിന്നൊക്കെയാ, ഒരു സോഴ്സ് എന്തായാലും ഉണ്ടാവും. ഓക്കെ, സോ കഥാപ്രസംഗത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. വെരി ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ, വെരി ഡിഫിക്കൽട്ട്. ഇത് കിട്ടാനെന്ന് പറയുന്നത് ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട്. ഇതിന്റെ ഉത്തരം എല്ലാവർക്കും കിട്ടണമെന്നില്ല. പക്ഷെ കേരള കൗമുദിയില് കറക്റ്റ് ആയിട്ട് കഥാപ്രസംഗം ബ്ലെസ്ഡ് ഗുരുദേവ ടേൺസ് 100 years. ഓക്കെ, ഈ ക്വസ്റ്റ്യനിലുള്ള അതേപോലെ നോർത്ത് പരവൂർ, ഓക്കെ, നോർത്ത് പരവൂർ അതേപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. യു ക്യാൻ സീ ഹിയർ നിയർ നോർത്ത് പരവൂർ പ്രൈമറി സ്കൂൾ, ചെന്നമംഗലം, നോർത്ത് പരവൂർ. ഓക്കെ, സോ അങ്ങനെയുള്ള എല്ലാ ക്വസ്റ്റ്യനും സോഴ്സസ് ഉണ്ട്, എല്ലാ ക്വസ്റ്റ്യനും ഓക്കെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ്. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഭയങ്കര ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ആണ്, ഇല്ല എന്ന് പറയുന്നില്ല. കഥാപ്രസംഗം 100 വർഷമായിട്ടുണ്ടായിരുന്നു. 100 വർഷം ആയതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായത്, അല്ലാതെ ആകാശത്ത് നിർത്തും എന്താ പറയുക പൊട്ടിമുളച്ച ക്വസ്റ്റ്യൻ ഒന്നുമല്ല. 100 വർഷമായിട്ടുള്ള അതിന്റെ സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഒഫീഷ്യലി ഡീൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ടായിരുന്നു. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ 100ാം വാർഷികത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. കുമാരനാശാൻ, സെനിറ്ററി. ഓക്കെ, സോ അടുത്ത ഇതിലേക്ക് പോവാം. ഓക്കെ, PIB. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ PIB ഒരുപാട് ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ LSGIയുടെ മെയിൻസിലെ ക്വസ്റ്റ്യൻസ് എല്ലാം PIB ആണ്. ഓക്കെ, അതിന്റെ സോഴ്സ് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് ചെയ്തതാണ്. ഓക്കെ, യൂട്യൂബിൽ അവിടെ വീഡിയോ ഒക്കെ ഉണ്ട്. ഓൺ 11th March ഇന്ത്യ സൈൻ്റെ ലാൻഡ്മാർക്ക് ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് വിത്ത് ഡാഷ്. വെരി ടഫ് ക്വസ്റ്റ്യൻ. ഇതൊക്കെ കിട്ടുക എന്ന് പറയുന്നത് വെരി ഡിഫിക്കൽട്ട് ആണ്. ഹൗവർ ഈ പറഞ്ഞ പോലെ മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി, ഇന്ത്യ EEFA ട്രേഡ്. ഓക്കെ, മാർച്ച് 2024 കറണ്ട് അഫയേഴ്സ് ആണ്. ഓക്കെ, എക്സാം കഴിഞ്ഞത് ഇപ്പോഴാണ് കേട്ടോ, ഒരു മാസം മുമ്പാണ്. സോ ഇങ്ങനെയാണ്. ഓക്കെ, യു ക്യാൻ സീ ഹിയർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗവൺമെന്റ് ഫയൽഡ് എ സ്യൂട്ട് ഇൻ സുപ്രീം കോർട്ട് അണ്ടർ ആർട്ടിക്കിൾ 131 അല്ലെ? രണ്ട് സംസ്ഥാനങ്ങൾ അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ കേന്ദ്രവും തമ്മിലുള്ള പ്രശ്നം വരുന്ന സമയത്ത് സുപ്രീം കോടതിയിൽ ആർട്ടിക്കിൾ 131 ഫയൽ ചെയ്യാൻ പറ്റും സംസ്ഥാനത്തിന് അല്ലെ? അതിന് കുറെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അതിനെക്കുറിച്ച് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഏത് സംസ്ഥാനം എന്നുള്ളത്? ഇതും ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക
ന്യൂസ് പേപ്പറിലും അതിലും ഇതിലൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെ ഒരു എന്താ പറയാ ചോദിക്കാൻ പോസിബിലിറ്റി ഉള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു ഇതൊക്കെ. അല്ലാതെ ഇതൊന്നും എവിടുന്നോ കൊണ്ടുവന്ന് എടുത്തു, അല്ലെങ്കിൽ എവിടുന്നോ PSC ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് എടുത്ത ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഠിക്കേണ്ട രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് ഒക്കെ വളരെ ഭംഗിയായി നമുക്ക് തീർക്കാനും പറ്റും, അതിൽ നിന്ന് നല്ല രീതിയിൽ സ്കോർ ചെയ്യാനും പറ്റും. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പൊ കുറച്ച് ക്വസ്റ്റ്യൻസിൽ ഈ കറണ്ട് അഫയേഴ്സ് ലിങ്ക്ഡ് ആയിട്ട് സ്റ്റാറ്റിക് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഓക്കെ, കറണ്ട് അഫയേഴ്സ് പ്ലസ് സ്റ്റാറ്റിക്, അതായത് സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ കറണ്ട് അഫയേഴ്സിൽ ലിങ്ക് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. ഈ ചന്ദ്രകുമാരിയുടെ കേസൊക്കെ ഉണ്ടല്ലോ ഈ ചോദിച്ച, അതൊക്കെ കറണ്ട് അഫയേഴ്സിൽ സ്റ്റാറ്റിക് മിസ്സാക്കിയിട്ട് ചോദിച്ചാണ്. ഓക്കെ, സോ വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ഗവൺമെന്റ് ഫയൽ. ഓക്കെ ഓക്കെ, യു ക്യാൻ സി എ സോഴ്സ് ഞാൻ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബയോ, വാട്ട് ഈസ് ബയോ, TIRG. ഓക്കെ, ഇതൊക്കെ ഏതാ ക്വസ്റ്റ്യൻസ് അല്ലേ? സി ഹിയർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ നല്ല രീതിയിലുള്ള സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ആണ് PSC ചോദിക്കുന്നത്. ഓക്കെ, ഇതിന്റെ ഉത്തരവൊക്കെ നമുക്ക് ബയോ അല്ലെ, ബയോ റിലേറ്റഡ് ആയിട്ടുള്ള എന്തോ ആണ്. റൈറ്റ്, ടാങ്ക് ക്ലീനിങ് റോബോട്ട്, ടെക്നിക് ടു റിമൂവ്, ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വാജിറാമൻ രവി IAS ഇൻസ്റ്റിറ്റ്യൂട്ട്, ഈ പറഞ്ഞ പോലെ വാട്ട് ഈസ് ബയോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, റൈറ്റ്, യു ക്യാൻ സി ഹിയർ വേസ്റ്റ് മാനേജ്മെന്റ് ടെക്നോളജി. ഓക്കെ, സോ ഇതെല്ലാം കാണിച്ചുകൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സെൻട്രൽ തീം ഈസ് ദാറ്റ് ക്വസ്റ്റ്യൻസ് ഭയങ്കരമായി സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട്. നമ്മൾ അതിനനുസരിച്ച് നമ്മളും സ്റ്റാൻഡേർഡ് ആകണം. വി നീഡ് ടു സ്റ്റഡി ഇൻ ഡെപ്ത് ആൻഡ് വൈഡർ. ഓക്കെ, നമ്മുടെ സോഴ്സസ് ഏതൊക്കെയായിരിക്കും, നമ്മൾ പഠിക്കാൻ ഉപയോഗിക്കുന്ന സോഴ്സ് ഏതൊക്കെയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ബുക്സും കാര്യങ്ങളും സോഴ്സും ഒക്കെ ഏതാണെന്ന് ജസ്റ്റ് നോക്കൂ. വിഷൻ IASന്റെ മന്ത്ലി മാഗസീൻ, ഓൺലി സെലക്റ്റീവ് ആയിട്ട് നമുക്ക് വേണ്ടത് മാത്രം കേരള PSC റിലേറ്റഡ്, ഇന്ത്യൻ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മാത്രം. അതിൽ ഒരുപാട് ടോപ്പിക്കുകൾ നമുക്ക് വേണ്ട, ആവശ്യമില്ല. ഓക്കെ, ഫോറസ്റ്റ് പ്രിലിംസിന് പ്ലസ് മെയിൻസ്, നമ്മുടെ മെയിൻസിനാണ്. സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ദാറ്റ്സ് ഇമ്പോർട്ടന്റ്, നമുക്ക് സെലക്റ്റീവ് ആയിട്ട് എടുത്താൽ മതി. പിന്നെ ഹിന്ദു ന്യൂസ് പേപ്പർ. ഓക്കെ, ഹിന്ദു ന്യൂസ് പേപ്പറിലുള്ള ഒരു മാസം കവർ ചെയ്തിട്ടുള്ള എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ നമ്മുടെ നോട്ടിൽ ചെയ്ത് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് തരും. ഡൗൺ ടു എർത്ത് മാഗസീൻ, അതും നോക്കും. ഓക്കെ, ഇതൊക്കെ മന്ത്ലി കോമ്പിലേഷൻ നമുക്ക് കിട്ടും. ഓക്കെ, അതിൽ നിന്നൊക്കെ സെലക്റ്റീവ് ആയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നോട്ട് എടുത്ത് തരിക. ഓക്കെ, സോ യുവർ ടൈം വേസ്റ്റ് ആവില്ല, നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവില്ല. നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവാതിരിക്കാനുള്ള പരിപാടികൾ ഞാൻ ചെയ്യും. ഓക്കെ, കറക്റ്റ് ആയിട്ട് എന്താണോ ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് തന്നെ ഞാൻ കറക്റ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് റിസർച്ച് ഒക്കെ ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് PDF തരിക. ആ PDF എങ്ങനെയായിരിക്കും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒരു മലയാളം ന്യൂസ് പേപ്പർ. ഓക്കെ, ദിസ് ഈസ് ഓൾസോ ഇമ്പോർട്ടന്റ്. അത് നിങ്ങൾ ഡെയിലി റീഡ് ചെയ്യണം കേട്ടോ. നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുന്നു നമ്മൾ അറിയണമല്ലോ. സോ ദാറ്റ് ഈസ് സം ബേസിക് തിങ്സ്. ഇനി നമ്മുടെ നോട്ട് എങ്ങനെയായിരിക്കും? ഓക്കെ, നമ്മുടെ നോട്ട് എങ്ങനെയായിരിക്കും? റൈറ്റ്, സോ ദിസ് ഈസ് ഒരു ഡെമോ നോട്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, കറണ്ട് അഫയേഴ്സ് പാർട്ട് 1 ജാനുവരി 2024. നമ്മളൊരു പാർട്ട് 3, 4 അല്ലെങ്കിൽ ഒരു പാർട്ട് 4ന്റെ ഉള്ളിൽ ഒരു മാസത്തെ മന്ത്ലി മാഗസീൻ നമ്മൾ പൂർണ്ണമായിട്ടും കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, സോ ഓരോ ക്ലാസ്സിനും ഓരോ പാർട്ടായിട്ട് ആയിരിക്കും കൊടുക്കുക. ഒരു മാസത്തിൽ നമ്മളൊരു 3-4 ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. സോ പൊളിറ്റി, ഞാനിങ്ങനെ എല്ലാത്തിലും ഇങ്ങനെ പൊളിറ്റി എന്ന് കൊടുക്കും. പൊളിറ്റിയുടെ അത് കഴിഞ്ഞാൽ എക്കണോമിക്സ്, ഓക്കെ, സബ് എൻവയോൺമെന്റ്, ഇന്റർനാഷണൽ ന്യൂസ്, ഇന്റർനാഷണൽ അഫയേഴ്സ്. ഓക്കെ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഹെഡിങ് കൊടുക്കും. അതിനനുസരിച്ച് ഒരു മാസം നടക്കുന്ന എല്ലാ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞുതരും. ഓക്കെ, ചന്ദ്രകുമാരി കേസ് എന്തുകൊണ്ട് നമ്മുടെ മെയിൻസ് എക്സാമിന് ചോദിച്ചു? അതിന് റീസൺ ഉണ്ട്. എന്തുകൊണ്ടാണ്? സുപ്രീം കോടതി പറഞ്ഞു എന്ത്, ട്രിബ്യൂണലിന് സർക്കാരിനെ എന്താ പറയാ ഡയറക്റ്റ് ചെയ്യാനുള്ള അവകാശമില്ല. സംസ്ഥാന സർക്കാരിനെയും കേന്ദ്ര സർക്കാരിനെയും നിങ്ങൾ ഇത് ചെയ്യൂ, നിങ്ങൾ ഇത് ചെയ്യണം, നിങ്ങൾ പോളിസി ഫ്രെയിം ചെയ്യണമെന്ന് ഡയറക്ഷൻ കൊടുക്കാനുള്ള ട്രിബ്യൂണൽസ് കാന്റ് ഡയറക്റ്റ് ദ ഗവൺമെന്റ് ടു ഫ്രെയിം പോളിസി. ഓക്കെ, അതിനുള്ള അധികാരം ട്രിബ്യൂണലിനില്ല. എന്തുകൊണ്ടാണ് ഇത് ന്യൂസിൽ വന്നത്? അതായത് ആർമഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ഓക്കെ ഗവൺമെന്റിനോട് പറഞ്ഞു നിങ്ങൾ ഒരു പോളിസി ക്രിയേറ്റ് ചെയ്യണം ഫോർ അപ്പോയിന്റിംഗ് ജഡ്ജ് ഓഫ് ദി അഡ്വക്കേറ്റ് ജനറൽ. ഓക്കെ, അങ്ങോട്ടേക്ക് പറയാണ് ആർമഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ സർക്കാരിനോട്, കേന്ദ്ര സർക്കാരിനോട് പറയാണ് നിങ്ങൾ പോളിസി, ഒരു ജഡ്ജ് ഓഫ് അഡ്വക്കേറ്റ് ജനറലിനെ അപ്പോയിന്റ് ചെയ്യാൻ നിങ്ങൾ ഒരു പോളിസി തയ്യാറാക്കണം എന്ന് പറഞ്ഞു. ഗവൺമെന്റിന് അങ്ങോട്ട് നിങ്ങൾ ഇത് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുക്കുകയാണ്. അപ്പൊ സുപ്രീം കോടതി അതുകൊണ്ടാണ് പറഞ്ഞത് ട്രിബ്യൂണൽസിന് ഗവൺമെന്റിനെ
ഓക്കെ, പോളിസി ഫ്രെയിം ചെയ്യാനുള്ള അവകാശമില്ല. ജുഡീഷ്യറിയുടെ പണി എടുത്താൽ മതി അല്ലെ. പോളിസി ഫ്രെയിമിങ്ങും അതേപോലെ തന്നെ ഭരണമൊക്കെ സർക്കാരുകൾ ചെയ്തുകൊള്ളും. ഓക്കെ, അതേപോലെ തന്നെ അപ്പോൾ നമ്മൾ ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണലിനെ കുറിച്ച് പഠിക്കണം. ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ അറിയാം അല്ലെ, എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ ദ ആർംഡ് ഫോഴ്സ് ട്രിബ്യൂണൽ ആക്ട് 2007 ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അത്ര അറിഞ്ഞാൽ മതി കേട്ടോ, അതിന് കൂടുതൽ ഡെപ്ത് ആയിട്ട് അറിയേണ്ട കാര്യമൊന്നുമില്ല. ട്രിബ്യൂണൽസ് ആക്ട് 2007 പ്രകാരമാണ് ഈ ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ വന്നത്. അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നത് ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ ഈസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി വിച്ച് ഈസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് അണ്ടർ എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കും. അപ്പൊ അങ്ങനെയല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, റൈറ്റ്. അതേപോലെ തന്നെ സുപ്രീം കോടതി പറയാണ്, സുപ്രീം കോടതിയുടെ വിധിയിൽ എന്താണ് പറഞ്ഞത്? ട്രിബ്യൂണൽ ഒരു ഹൈക്കോടതിയുടെ ജൂറിസ്ഡിക്ഷന് കീഴിലുള്ള ആർട്ടിക്കിൾ 226 എന്താണെന്നറിയാലോ? ദാറ്റ് ഇസ് ദ ബേസിക്. ഇവിടെ നമ്മൾ സ്റ്റാറ്റിക്കുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, ആർട്ടിക്കിൾ 226 ഒക്കെ എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം അല്ലേ? റൈറ്റ്. ഓക്കെ, അപ്പോ സുപ്രീം കോടതി പറയാണ്, ഓക്കെ, ട്രിബ്യൂണൽ ഒരു ഹൈക്കോടതിയുടെ പരിധിയിലുള്ള അണ്ടർ ആർട്ടിക്കിൾ 22 ഒരിക്കലും കാൺ ബി പെർമിറ്റഡ് ബൈ ലോ ടു ഡയറക്ട് ഫ്രെയിമിംഗ് എ പോളിസി ബൈ ദ ഗവൺമെന്റ്. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ ഇംഗ്ലീഷിൽ പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇംഗ്ലീഷ് കണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അതേപോലെ തന്നെ സുപ്രീം കോടതി പറയാണ്, മേക്കിംഗ് പോളിസി ഈ പറഞ്ഞ ജുഡീഷ്യറിയുടെ പണിയല്ല. മേക്കിംഗ് പോളിസിയും ഭരണവും ഒന്നും ജുഡീഷ്യറിയുടെ പവർ അല്ല, അതൊക്കെ സർക്കാരുകൾ ചെയ്തു കൊള്ളുക. ഓക്കെ, പിന്നെ ഒരു കാര്യം തന്നെ, നമ്മൾ ഹൈക്കോടതികൾക്ക് ഹാവ് ജൂറിസ്ഡിക്ഷൻ. ഓക്കെ, ഈ ട്രിബ്യൂണൽ ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ പാസ്സാക്കുന്ന വിധികളിൽ ഹൈക്കോടതികൾക്ക് ജൂറിസ്ഡിക്ഷൻ ഉണ്ട്, അപ്പീൽ കേൾക്കാൻ പറ്റും. ഓക്കെ, സുപ്രീം കോടതി 2015 അത് പറഞ്ഞത് ജഡ്ജ്മെന്റിൽ. അതായത് ആർംഡ് ഫോഴ്സസ് ട്രിബ്യൂണൽ പാസ്സാക്കുന്ന വിധികളിൽ ഹൈക്കോടതികൾക്ക് ഓക്കെ ജൂറിസ്ഡിക്ഷൻ ഉണ്ട്. ഓക്കെ, ട്രിബ്യൂണൽസ് എന്താണ്? ട്രിബ്യൂണൽസ് ഇത് സ്റ്റാറ്റിക് ആണ് കേട്ടോ. ഇത് നമ്മൾ പൊളിറ്റിയിൽ പഠിക്കും, പൊളിറ്റിയിൽ നമ്മുടെ സ്റ്റാറ്റിക്കിൽ പഠിക്കും. എന്നാലും ഞാനിവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഓക്കെ, നിങ്ങൾ പെട്ടെന്ന് ഞാനിപ്പോ ട്രിബ്യൂണൽസിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നിങ്ങളുടെ ബുക്ക് പോയി എടുത്ത് സെർച്ച് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് കുറച്ചൊരു അല്ലെ റിലക്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ഇവിടെ നിന്ന് തന്നെ വായിച്ചാൽ മതി. ട്രിബ്യൂണൽസിനെ കുറിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ട്രിബ്യൂണൽസ് ക്വാസി ജുഡീഷ്യൽ ബോഡിയാണ് അല്ലെ, PSC ചോദിച്ചിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതെ ജുഡീഷ്യറിയുടെ കേസ് ലോഡ് കുറക്കാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ടു ബ്രിങ് സബ്ജക്ട് എക്സ്പെർട്ടൈസ്. സ്വരൻ സിംഗ് കമ്മിറ്റിയാണ് റെക്കമെൻഡഡ് ദ ട്രിബ്യൂണൽസ് ഇൻ ഇന്ത്യ 1976. ട്രിബ്യൂണല് ഒറിജിനൽ ഭരണഘടനയുടെ ഭാഗമല്ലായിരുന്നു. 42ാമത് ഭേദഗതി പ്രകാരമാണ് ട്രിബ്യൂണൽസ് ഇതിന്റെ ഭാഗമാവുന്നത് അല്ലെ. പാർട്ട് 14A ട്രിബ്യൂണൽസ്. ഓക്കെ, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. ദിസ് ഇസ് സ്റ്റാറ്റിക്. നമ്മൾ പൊളിറ്റി ഞാനാണ് പഠിപ്പിക്കുന്നത് അല്ലെ. പൊളിറ്റി പഠിക്കുന്ന സമയത്ത് സ്റ്റാറ്റിക് പോർഷൻ ആണ് ഇത്. ഞാൻ ചുമ്മാ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ആർട്ടിക്കിൾ 323A എന്താണ് അല്ലെ, ആർട്ടിക്കിൾ 323B എന്താണ്, അത് രണ്ടും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സ്പെസിഫൈഡ് സർജൻ സബ്ജക്ട്. ഓക്കെ ഓക്കെ ഓക്കെ, യു ക്യാൻ ഗോ ഹിയർ. ഞാൻ പറഞ്ഞു ഇതൊരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് ആണ്. നിങ്ങളെ PDF-ഉം നോട്ടും നമ്മുടെ സ്റ്റഡി എങ്ങനെയാണ് മെത്തേഡ് അതൊക്കെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ്. ഓക്കെ, ഇത് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ക്ലാസ് അല്ല. റൈറ്റ്. സോ 323 എംപവേർഡ് പാർലമെന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട്. പാർലമെന്റിന് ഓക്കെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിന്റെ ആക്ട് ഏത് വർഷം ഒന്ന് പറഞ്ഞേ, ഏതായിരുന്നു വർഷം? അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് ഡാഷ്, വേഗം ഒന്ന് പറഞ്ഞേ. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ആരാ ഈ ക്ലാസ്സിന്റെ ഇൻട്രസ്റ്റ് കൊണ്ട് നിങ്ങൾ ഇതിങ്ങനെ ശ്രദ്ധിച്ച് കേൾക്കുന്നതാണ്? ആരാ എന്തൊന്നും ടൈപ്പ് ചെയ്യാത്തത്? ഞാൻ പറയുന്നത് കേട്ട് ഇങ്ങനെ ഇങ്ങനെ ട്രിബ്യൂണൽസിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നോ? ഓക്കെ, ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ. PSC ഇല്ലേ, വർഷങ്ങൾ വെച്ചിട്ട് PSC കളിക്കും കേട്ടോ. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1975 എന്ന് കൊടുക്കും, 1985 എന്ന് കൊടുക്കും, 1965 എന്ന് കൊടുക്കും. ഇത് കാണുമ്പോൾ നമുക്ക് എക്സാമിന്റെ പ്രഷർ ഉണ്ട്. അയ്യോ 75 ആണോ 85 ആണോ, ഇതേതാണ് ആലോചിച്ച് എന്ത് ചെയ്യും? നമ്മൾ ലാസ്റ്റ് 1975 മാർക്ക് ചെയ്യും അല്ലെ. ഇങ്ങനെയാണ് സില്ലി മിസ്റ്റേക്ക് സംഭവിക്കുന്നത്. 1985 ആ ശരിയാണ്. ഹരി അറിയില്ല. ഹരി ഇതൊക്കെ ബേസിക്സ് ആണ് കേട്ടോ. ട്രിബ്യൂണൽസ് ആക്ട് 1985 PSC ചോദിച്ച് മടുത്തതാണ്. എന്നിരുന്നാലും നമ്മൾ പോയി തെറ്റിക്കും അല്ലെ. 1985. അതേപോലെ തന്നെ ട്രിബ്യൂണൽസ് ഫോർ അതർ മാറ്റേഴ്സ് അല്ലെ, അതിനാണ് ആർട്ടിക്കിൾ 323B.
ഓക്കെ, സാബി, ചിന്നസ്വാമി 85, ഹരി, നെയിം. ഓക്കെ, എനിക്കറിയാം ഒരുപാട് പേര് ഇപ്പൊ ജോലിയിലാണ്, എല്ലാവരും ജോലിയുള്ളവരാണ്. നോ, റെക്കോർഡിങ്സ് കണ്ടാലും മതി. ഓക്കെ, സ്പെസിഫൈഡ് സച്ച് ആസ് ടാക്സേഷനും ലാൻഡ് ഫോംസ്. അതെ, ട്രിബ്യൂണൽസ് ഫോർ അതർ പർപ്പസ്. ഇതൊക്കെ നമ്മൾ ഇനി കുറച്ചുകൂടി ഡെപ്തിൽ പഠിക്കണം കേട്ടോ. നമ്മൾ ഇത്രയും കാലം എന്താ ആർട്ടിക്കിൾ 323B ട്രിബ്യൂണൽ ഫോർ അതർ പർപ്പസ് അല്ലെ, മറ്റു കാര്യങ്ങൾക്കുള്ള ട്രിബ്യൂണൽ അത്ര പഠിച്ചാൽ പോരാ. ഇനി ചോദിക്കുമ്പോൾ ഇതേ രീതിയിൽ എല്ലാം ചോദിക്കും, ഡെപ്ത് ആയിട്ട് തന്നെ ചോദിക്കും. ഓക്കെ, പാർലമെന്റിനും അതായത് ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിൾ 323B ഈ ആർട്ടിക്കിൾ പ്രകാരം സംസ്ഥാന സർക്കാരിന് അല്ലെങ്കിൽ പാർലമെന്റിന് ചില ടോപ്പിക്കുകളിൽ ട്രിബ്യൂണൽ ഉണ്ടാക്കാൻ സാധിക്കില്ല, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, സോ അതിനൊക്കെയുള്ള കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പാർലമെന്റ്, സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനും ഉണ്ടാക്കാൻ സാധിക്കും കേട്ടോ, ഓർമ്മിക്കണം. പാർലമെന്റ് ഓർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ കോൺസ്റ്റിറ്റ്യൂട്ട് ട്രിബ്യൂണൽ ബൈ ഇനാക്ടിങ് എ ലോ, ഒരു ലോ പാസ്സാക്കിയിട്ടാണ് ഓക്കെ ട്രിബ്യൂണൽ ഇനാക്ട് ചെയ്യേണ്ടത്. അപ്പോ നോട്ട് എക്സ്ക്ലൂസീവ്, പാർലമെന്റ് ആൻഡ് സ്റ്റേറ്റ് ആർ എംപവേർഡ് ടു ക്രിയേറ്റ് ട്രിബ്യൂണൽ ഓൺ എനി മാറ്റർ. പാർലമെന്റും സംസ്ഥാന സർക്കാരുകൾക്കും ട്രിബ്യൂണൽ ഏത് മാറ്ററുകളിലും ഉണ്ടാക്കാൻ സാധിക്കും. അങ്ങനെ ഏത് മാറ്ററിൽ ഉണ്ടാക്കാൻ സാധിക്കുമോ? നോ, വിച്ച് ഈസ് സ്പെസിഫൈഡ് ഇൻ ദി 7th ഷെഡ്യൂൾ അല്ലെ. നമുക്ക് അങ്ങനെ തോന്നിയ പോലെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതാണ് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എല്ലാത്തിനും റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ചിലപ്പോൾ ചോദിക്കും ട്രിബ്യൂണലുകളിലെ അപ്പീലുകൾ ഡയറക്റ്റ് സുപ്രീം കോടതിയിലേക്കാണ്. അല്ല, അപ്പീൽസ് ഫ്രം ദ ട്രിബ്യൂണൽ യൂഷ്വലി ലൈസ് വിത്ത് കൺസേൺ ഹൈക്കോടതി. ട്രിബ്യൂണലുകളുടെ അപ്പീലുകളൊക്കെ എന്താണ്, ഈ ഹൈക്കോടതികളിലേക്കായിരിക്കും പോവാം. ഓക്കെ, പക്ഷെ ചില കേസസുകളിൽ ഈ പറഞ്ഞ പോലെ തന്നെ സുപ്രീം കോടതി കേൾക്കും. ഓക്കെ, സോ ദർ ഈസ് എൻ എക്സെപ്ഷൻ. സം ലോസിൽ, അതെ, ചില നിയമങ്ങളിൽ അത് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ചില ട്രിബ്യൂണലുകളുടെ വിധികൾ സുപ്രീം കോടതി നേരിട്ട് കേൾക്കും. ഓക്കെ, അതേപോലെ തന്നെ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ പറഞ്ഞ ചന്ദ്രകുമാർ കേസ് 1997 നമ്മുടെ PSC LSCI മെയിൻസ് ചോദിച്ചത്. ഇറ്റ് വാസ് എ കറന്റ് അഫയേഴ്സ്, റൈറ്റ്? ട്രിബ്യൂണൽസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കേസാണ് ഈ ചന്ദ്രകുമാർ കേസ് ഓഫ് 1997. ഈ കേസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾ ഇതെന്തായത് ഇത്രയും വലിയ കേസോ? ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ആർട്ടിക്കിള് 323, 323A യും B യും പാർലമെന്റ് കൊണ്ടുവന്ന സമയത്ത് ഈ ഹൈക്കോടതിയുടെ പവർ അവിടെ എടുത്തു കളഞ്ഞു. ഓക്കെ, ട്രിബ്യൂണലിന്റെ വിധി ഓൺ സർവീസ് മാറ്ററിൽ ഹൈക്കോടതികൾക്ക് എന്താ പറയാ നിയന്ത്രിക്കാനുള്ള പവർ എടുത്തു കളഞ്ഞു. അപ്പൊ അതിനുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു കേസ് വരുന്നത്. ഓക്കെ, ദിസ് എന്താ എസെൻഷ്യലി ടേക്ക് അവേ ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി ഹൈക്കോർട്ട് ഇൻ സർവീസ് മാറ്റർ. ഹൈക്കോടതികൾക്കുള്ള പരിധി ഉണ്ടല്ലോ, ഹൈക്കോടതികൾക്കുള്ള പരിധികളിൽ ട്രിബ്യൂണൽ വന്നപ്പോ ഹൈക്കോടതിക്ക് സർവീസസ് മാറ്ററിൽ ഇനി പവർ ഇല്ല എന്ന് പറഞ്ഞ് അതങ്ങ് എടുത്തു കളഞ്ഞു. അതാണ് ഇതിന്റെ ബേസ്, ചന്ദ്രകുമാർ കേസ്. അതിനെ ചുറ്റിപ്പറ്റിയാണ് പിന്നീടുള്ള എല്ലാ വിധികളും വരുന്നത്. ഓക്കെ, പറഞ്ഞു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് എസ്റ്റാബ്ലിഷ്ഡ് 5 ഡിഫറെന്റ് ബെഞ്ചസ് വിത്ത് എഫക്ട് ഫ്രം ഡേറ്റ് ഒക്കെ ഓർമ്മിക്കണം കേട്ടോ, നമ്മൾ ഇനിയുള്ള PSC എക്സാമിന് November 1. ഓക്കെ, ഇത്രയും കാലം അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആക്ട് 1985 എന്ന് വെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ November 1 കാണാൻ പറ്റും. ഓക്കെ, അതേപോലെ തന്നെ 5 ഡിഫറെന്റ് ബെഞ്ചസ് ആണ്. ഇതിന് പകരം 10 ഡിഫറെന്റ് ബെഞ്ചസ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. സോ ഇങ്ങനെയുള്ള എല്ലാം നമ്മൾ മുൻകൂട്ടി കാണണം. ഓക്കെ, the petitioners raised to various conditions in this regard. ഓക്കെ, പെറ്റീഷണേഴ്സ് പിന്നീട് സുപ്രീം കോടതി പറയാണ് അങ്ങനെ ഹൈക്കോടതികളുടെ പവർ ഒന്നും എടുത്തു കളയാൻ സാധിക്കില്ല. ട്രിബ്യൂണൽ വന്നു കഴിഞ്ഞാൽ കൂടി ഹൈക്കോടതിയുടെ പവർ എന്ന് പറയുന്നത് ബേസിക് സ്ട്രക്ചർ ആണ്. അതുകൊണ്ട് തന്നെ ഏതൊക്കെ രീതിയിൽ അമെന്റ്മെന്റ് ചെയ്താലും ഹൈക്കോടതികളുടെ പവറിനെ അത് തടസ്സമാവില്ല. ഓക്കെ, ദ സെൻട്രൽ തീം ഓഫ് ദി എൻറ്റയർ ജഡ്ജ്മെന്റിന്റെ എൻറ്റയർ തീം എന്താണ് ഉദ്ദേശിച്ചത്? Tribunals can't and will not be a substitute for the power of judicial review. ഓക്കെ, ഹൈക്കോടതികളുടെ ജുഡീഷ്യൽ റിവ്യൂ എടുത്തു കളയാനുള്ള ശക്തി ഈ പറഞ്ഞ ട്രിബ്യൂണലില്ല. അതിപ്പം ഭരണഘടന ഭേദഗതി ചെയ്ത് വന്നു കഴിഞ്ഞാൽ പോലും ഇല്ല. ബിക്കോസ് ഹൈക്കോടതിയുടെ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ബേസിക് സ്ട്രക്ചർ ആണ്. ബേസിക് സ്ട്രക്ചർ എടുക്കാനുള്ള അവകാശം ആർക്കും ഇല്ല.
അല്ലെ? ബേസിക് സ്ട്രക്ചറിൽ തൊട്ട് കളിക്കരുത്, സുപ്രീം കോടതി ഇടപെടും. അല്ലെ? ആരും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഓക്കെ, അതിനുശേഷം ട്രിബ്യൂണൽസ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ ആണ്, ശ്രദ്ധിക്കണം. ജുഡീഷ്യൽ റിവ്യൂ എടുത്തു കളയാൻ പറ്റില്ല. ട്രിബ്യൂണൽസ് വിൽ ആക്ട് ആസ് എ സപ്ലിമെന്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ടു അസിസ്റ്റ് ദി ഹൈക്കോർട്ട്. ഓക്കെ, ഹൈക്കോടതികളെ സഹായിക്കാനുള്ള ഒരു സപ്ലിമെന്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ മാത്രമായിട്ടായിരിക്കും ഈ പറഞ്ഞ ട്രിബ്യൂണൽസ് ഉണ്ടാവുക. ഓക്കെ, ട്രിബ്യൂണൽസ് അവരുടെ ഫങ്ഷൻ ചെയ്യും, പക്ഷെ അത് ഹൈക്കോടതികളുടെ പവറിന്റെ മേലിൽ കടന്നു കയറാൻ സാധിക്കില്ല. Moreover, tribunal will remain under the supervision of High Court. ഓക്കെ, അതുകൊണ്ട് തന്നെ ഹൈക്കോടതിക്ക് തുല്യമായി പവർ ആയിട്ട് നമുക്ക് ട്രിബ്യൂണൽസിനെ കാണാൻ സാധിക്കില്ല. ഹൈക്കോടതി തന്നെയാണ്. ട്രിബ്യൂണലാണ്. ഹൈക്കോടതിയുടെ കീഴിലാണ് ട്രിബ്യൂണൽ. ഓക്കെ, ഇനി നിങ്ങൾ ആ പറഞ്ഞ പോലെ ആ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയേ, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കിയേ. ഇപ്പം ചെയ്യണ്ട, ഞാൻ പറഞ്ഞു തന്നുള്ളൂ. ഓക്കെ, LSCI മെയിൻസിൽ ചന്ദ്രകുമാരിയുടെ കേസിൽ ചോദിച്ചിട്ട ചോദ്യം. ഓക്കെ, ദ പവർ ഓഫ് ജുഡീഷ്യൽ റിവ്യൂ വെസ്റ്റഡ് ഇൻ ദി സുപ്രീം കോടതി, ഹൈക്കോടതി. അതെ, ഒരു ബേസിക് സ്ട്രക്ചർ ആണ്. ഇതൊന്നും തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ സുപ്രീം കോടതി ചുമ്മാ ഇരിക്കില്ല കേട്ടോ. ബേസിക് സ്ട്രക്ചർ തൊട്ട് കളിച്ചാൽ ഈ ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള പറഞ്ഞ സാധനം എടുത്തു കളഞ്ഞ് തീർന്നു ഇന്ത്യ, അല്ലെ? യെസ്, അത് തന്നെയാണ് ഈ ഒരു കേസിൽ പറയുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. ഓക്കെ, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ എപ്പോഴാണ് ഉണ്ടായത്, അത് ഇതൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അതിനുശേഷം അടുത്തൊരു ന്യൂസ്, രണ്ടാമത്താണ്. ഓക്കെ റൈറ്റ്, ഞാനിവിടെ രണ്ടാമത്തെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചില കറണ്ട് അഫയേഴ്സിന് ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും, അതുകൊണ്ട് തന്നെ അത് കുറച്ച് കൂടുതൽ ഉണ്ടാവും. ചിലതിന് ഇമ്പോർട്ടൻസ് കുറവായിരിക്കും, അപ്പൊ അതിനനുസരിച്ച് മാത്രമേ ലെങ്ത് ഞാൻ കൊടുക്കുള്ളൂ. ഓക്കെ, സോ പഞ്ചായത്ത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI റിലീസ്ഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഫിനാൻസസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫിനാൻസുകൾ എന്ന് പറഞ്ഞ റിപ്പോർട്ട് RBI റിലീസ് ചെയ്തിട്ടുണ്ട്. ഇവരെന്താണ്? ദ റിപ്പോർട്ട് ടൈറ്റിൽ ഫിനാൻസസ് ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലീസ്ഡ് ബൈ ക്വസ്റ്റ്യനില് മിനിസ്ട്രി ഓഫ് പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ? മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് പറയുന്നത് പഞ്ചായത്ത് രാജ് അല്ലെ? എല്ലാരും പോയി അതിന് കുത്തും അല്ലെ? അല്ല, RBI ആണ് ഇത് റിലീസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇത് പഞ്ചായത്തുകളുടെ ഒരു ധനകാര്യവും അതിനെപ്പറ്റി ചുറ്റിപ്പറ്റിയിട്ടുള്ള ഒരു ഫിസിക്കൽ പൊസിഷനും ഒക്കെ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു റിപ്പോർട്ടാണ്. യു ക്യാൻ സി RBI റിപ്പോർട്ട് ഓൺ പഞ്ചായത്ത് രാജ് ഫിനാൻസ്. ഇനി ഈ ഒരു ടോപ്പിക് വന്നു കഴിഞ്ഞാൽ തെറ്റിക്കരുത്. ഓക്കെ, പിന്നെ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് കുറച്ച് സ്റ്റാറ്റിക് കയറി വരുന്നുണ്ടോ? ഇതാണ് ഞാൻ പറഞ്ഞത്, സ്റ്റാറ്റിക് പ്ലസ് കറന്റ് അഫയേഴ്സ്. ഇനി ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് 1992 എസ്റ്റാബ്ലിഷ്ഡ് 3. ഇതൊക്കെ നമുക്കറിയാം അല്ലെ? പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ. ആർട്ടിക്കിൾ 243 പാർട്ട് 9 പ്രൊവൈഡ്സ് ഫോർ മണ്ടേൻ സെറ്റിംഗ് അപ്പ് ഓഫ് പഞ്ചായത്ത്. പഞ്ചായത്തുകളെ സെറ്റിംഗ് അപ്പ് ചെയ്യുന്നതിലെ ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 243 പാർട്ട് 9. ഇതെല്ലാം പഠിച്ചോട്ടോ. ഇനി ഇതൊക്കെ ചോദിക്കും. ഇനി PSC ഡെപ്തിലേക്ക് ഇറങ്ങും. പഞ്ചായത്ത് ഒരു സംസ്ഥാന സർക്കാർ വിഷയമാണ് അല്ലെ? അതിനെ ലോക്കൽ ഗവൺമെന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 7th ഷെഡ്യൂളിൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് സബ്ജക്ട് ആണ്. ഓക്കെ, പിന്നെ കുറച്ച് ആർട്ടിക്കിൾസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വിച്ച് ഈസ് വെരി റിലവന്റ്. ആർട്ടിക്കിൾ 243H പഞ്ചായത്തി രാജിന്റെ ഫിനാൻസുമായി ബന്ധപ്പെട്ടിട്ട്. ആർട്ടിക്കിൾ 243I ആണ് കേട്ടോ, 1 ആയിപ്പോയല്ലോ. ഫിനാൻസ് കമ്മീഷൻ എവറി 5 year അല്ലെ? ആർട്ടിക്കിൾ 243K ഇലക്ഷൻസ് ടു ദി പഞ്ചായത്ത്. ഇവിടെ എന്തായി? ഈ കറണ്ട് അഫയേഴ്സ് റീഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ സ്റ്റാറ്റിക് മെമ്മറിയും അല്ലെ ഇത് കാണുമ്പോൾ തന്നെ ഇത് ഞാൻ എവിടെയോ പഠിച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, അതൊന്നും കൂടി നിങ്ങളുടെ തലയിൽ ഇങ്ങനെ ഉറച്ചങ്ങനെ നിന്നോളൂ അല്ലെ? സോ അത് കഴിഞ്ഞു. അടുത്തൊരു ടോപ്പിക്, മൂന്നാമത്തെ ടോപ്പിക്. സോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നല്ലോ, ഇതേ രീതിയിലായിരിക്കും നമ്മൾ കറണ്ട് അഫയേഴ്സ് പഠിക്കുക. റീസെന്റ് ഇത് PIB ആണ് കേട്ടോ, PIB പ്ലസ് മന്ത്ലി മാഗസീനിലും ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ മിക്കവാറും കാണാൻ സാധിക്കും. സ്ട്രീറ്റ് വെൻഡറിനെ കുറിച്ച് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ അടുത്ത് കാണാൻ പറ്റും. നോക്കിക്കോ, സ്ട്രീറ്റ് വെൻഡർ പ്രൊട്ടക്ഷൻ ഓഫ് ലിവ്ലിഹുഡ് ആൻഡ് റെഗുലേഷൻ ഓഫ് ആക്ട്. ഇത് ന്യൂസിലുണ്ടായിരുന്നു. ഇതിന്റെ ഇംപ്ലിമെന്റേഷൻ ഭയങ്കരമായി സ്ലോയിലാണ്. ഇത് ഗവൺമെന്റ് വിചാരിച്ച പോലെയുള്ള ടാർഗറ്റിലൊന്നും അല്ല ഇത് പോകുന്നത്. ഭയങ്കര ഫെയിലിയർ ആകാം എന്നൊക്കെയുള്ള രീതിയിലാണ് ഇത് കറണ്ട് അഫയേഴ്സിൽ ന്യൂസ് ആയിട്ട് വന്നത്. ഇതിന്റെ മിനിസ്ട്രി ഓഫ് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ്. സ്ട്രീറ്റ് വെൻഡർ എന്ന് പറഞ്ഞാൽ എന്താ? തെരുവ് കച്ചവടക്കാരൻ കേട്ടോ. തെരുവ് കച്ചവടക്കാർക്ക് വേണ്ടിയിട്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമമാണിത്. ഓക്കെ, പിന്നെ ആ നിയമത്തിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, 10 വർഷമായി നിയമം വന്നിട്ട് 10 വർഷം ആയതുകൊണ്ടായിരിക്കാം ഒരു അസസ്മെന്റ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ടാവും അല്ലെ? 10 വർഷമായിട്ടും വിചാരിച്ച പോലെ ഒരു പ്രോഗ്രസ് വരുന്നില്ല.
അല്ലെ? മെയ് 1, 2014 ഓക്കെ. സോ നിങ്ങൾക്ക് ഇത് കാണാം. ഇതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു ഇതൊരു ബേസിക് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ സെക്ഷൻ ആണ്. ഓക്കെ, നിങ്ങളെ PDF കാര്യങ്ങളൊക്കെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെക്ഷൻ മാത്രമാണ്. അതിനുശേഷം കുറച്ച് ന്യൂസുകൾ കൂടിയുണ്ട്. 4-മത്തെ, യൂണിയൻ എക്സ്റ്റേണൽ മിനിസ്റ്റർ ഡോക്ടർ ജയശങ്കർ ഇന്ത്യക്ക് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് നടക്കില്ല എന്ന് പറഞ്ഞു. അല്ലെ? ഇന്ത്യ ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് കൺട്രിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഇതൊരു വെല്ലുവിളിയായിരിക്കും. ഇതിന്റെ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അല്ലെ? കൺട്രീസ് ഓഫറിംഗ്, അതെ, കുറച്ച് രാജ്യങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് പൗരത്വം, അല്ല, ഇരട്ട പൗരത്വം കൊടുക്കുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഫിൻലാൻഡ്, അൽബാനിയ, ഇസ്രായേൽ, പാകിസ്ഥാനും കൊടുക്കുന്നുണ്ട്. അല്ലെ? സൗത്ത് കൊറിയ, ഇറ്റലി, നോർവേ. ഇന്ത്യൻ ഭരണഘടന എന്താണ്? പ്രോഹിബിറ്റ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഫോർ നാഷണൽസ് ആണ്. നാഷണൽസ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടന തന്നെ അത് പ്രോഹിബിറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന് ഒരു ആൾട്ടർനേറ്റീവ് മെത്തേഡ് ആയിട്ട് ഓവർസിയർ സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഓരോരോ ടേംസ് കൊണ്ടുവന്നതും ഈ ഡ്യുവൽ സിറ്റിസണിന് പകരമായിട്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഗവൺമെന്റ്. ഓക്കെ, പിന്നീട് സുപ്രീം കോടതി റീസെന്റ് ഒരു ജഡ്ജിനെ സെറ്റ് ചെയ്തു. സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി. ഓക്കെ, റീസെന്റ് സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജിനെ അതിന് നോമിനേറ്റ് ചെയ്തു. അപ്പൊ ഇത് എന്ത് ബോഡിയാണ്? സുപ്രീം കോടതി ലീഗൽ സർവീസ് കമ്മിറ്റി എന്ത് ബോഡിയാണെന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ക്വസ്റ്റ്യൻ ചോദിക്കാം അല്ലേ? സുപ്രീം കോടതി ലീഗൽ സർവീസസ് കമ്മിറ്റി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ശരി, എല്ലാവരും പോയി ശരിയിടുന്നു. അല്ല, ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഓക്കെ, ഫൈനാൻഷ്യൽ സർവീസസ് അതിന്റെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആണ് അതിന്റെ പാറ്റേൺ ഇൻ ചീഫ്. അല്ലെ? അപ്പൊ ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിക്കരുത്. റൈറ്റ്? അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മുടെ മെമ്പർ ഓഫ് പാർലമെന്റിലെ അല്ലെ ലോക്കൽ ഏരിയ ഡെവലപ്മെന്റ് സ്കീം അല്ലെ ഫണ്ട്, അതിലൊരു മൊബൈൽ ആപ്ലിക്കേഷൻ ഇറക്കി ഈ സക്ഷി. അല്ലെ? അങ്ങനെ തന്നെയുള്ളത് വായിക്കാന്. ഈ സക്ഷി മൊബൈൽ ആപ്ലിക്കേഷൻ മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ ആണ് അത് ലോഞ്ച് ചെയ്തത്. ഈ ആപ്പ് എന്ത് ചെയ്യും? ഈ പറഞ്ഞ പോലെ പാർലമെന്റിലെ മെമ്പേഴ്സിന്റെ അവരുടെ ഈ പറഞ്ഞ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടക്കുന്ന വർക്കുകളൊക്കെ ഈ ആപ്പ് ഉപയോഗിച്ചിട്ട് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. വീണ്ടും സ്റ്റാറ്റിക് ഫണ്ട്സ് ആർ നോൺ ലാപ്സബിൾ. അല്ലെ? അപ്പൊ നിങ്ങളുടെ മൈൻഡിലേക്ക് ഇങ്ങനെ വരും, മെമ്പർ ഓഫ് പാർലമെന്റിന്റെ ഫണ്ട് നോൺ ലാപ്സബിൾ ആണ്, അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക് അത് പോയിക്കോളും. അല്ലെ? തിരിച്ച് അങ്ങോട്ടേക്ക് പോകില്ല. വി ക്യാൻ യൂസ് ഇറ്റ്. ഡിസ്ട്രിക്ട് അതോറിറ്റി ആണ് അതിന് ഇൻസ്പെക്ട് ചെയ്യുന്നത്. 10% വർക്ക് അണ്ടർ ഇംപ്ലിമെന്റേഷൻ എവറി ഇയർ. ഡിസ്ട്രിക്ട് അതോറിറ്റി എല്ലാ വർഷവും 10% വർക്കിനെ ഇൻസ്പെക്ട് ചെയ്യണം. അതേപോലെ തന്നെ 15% അലോക്കേറ്റഡ് ഫോർ ഏരിയാസ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ പോപ്പുലേഷൻ ഉള്ള വർക്ക് ആയിരിക്കണം ഈ 15% ഫണ്ട് അലോക്കേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് 7.5% ഓഫ് ഏരിയ. ഇതൊക്കെ എന്തിനാ കൊടുത്തേ അറിയോ? ഇതൊക്കെ PSC ചോദിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, ഇതുകൊണ്ടാണ് പറയുന്നത് PSC ഓടുന്ന അതേ രീതിയിൽ നമ്മൾ ഓടും. റൺ അതേ മാതൃകയിൽ തന്നെ നമ്മൾ ഓടും. കുറച്ച് ഡെപ്തിൽ തന്നെ നമ്മൾ പഠിക്കും. ഓക്കെ, സോ യു ക്യാൻ സി ഹിയർ. അടുത്ത ടോപ്പിക് എക്കണോമിക്സ് ആണ്. ഇത് നമുക്ക് ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ടുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സെക്ഷൻസ് എടുക്കാം. സോ നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി. നിങ്ങൾക്ക് ഒരു ബ്രോഡ് ഐഡിയ കിട്ടിയല്ലോ നമ്മൾ എങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാനെന്നും ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതെന്നും ഒക്കെ ഒരു ഐഡിയ കിട്ടിയല്ലോ. സോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ക്ലാസ് ആയിരുന്നു ഇന്നത്തെ ക്ലാസ്. ഓക്കെ, സോ എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? യെസ് സർ, ആഷിഖ്. ഈ PDF റെക്കോർഡിംഗും വിത്തിൻ 1 hour ഗ്രൂപ്പിലിട്ടേക്കാം. ഓക്കെ, ഇന്ന് രാത്രി 8:30 ക്ലാസ് ഉണ്ട്, സിവിക്സിന്റെ ക്ലാസ്. എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ക്ലാസ്സസ് കൺക്ലൂഡ് ചെയ്യാം അല്ലേ? ഓക്കെ, ഇത് ഈ ആഴ്ച മാത്രമാണ് ഇങ്ങനെ ഉണ്ടാവുള്ളൂ. അടുത്ത ആഴ്ച മുതൽ നിങ്ങൾ പറഞ്ഞ രീതിയിൽ കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള ടൈം കാണണം. ഓക്കെ, ഈ ആഴ്ച നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് സോഷ്യൽ മീഡിയയിലെല്ലാം ഒന്ന് ലിമിറ്റ് ചെയ്തോ. കുറച്ചും കൂടി ഇവഞ്ച്വലി നമ്മൾ ഇതിലേക്ക് കടക്കാൻ പോവാണ്. ഇതൊക്കെ കൂൾ ഓഫ് പീരീഡ് ആണ്, കൂൾ ഓഫ് ടൈം ആണ്. അടുത്ത ആഴ്ച മുതൽ നമ്മൾ ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ചെയ്യാൻ പോവാണ്. സോ താങ്ക് യു ഡിയേഴ്സ്. കൊള്ളാം ഹരി, കൊള്ളാം ഹരി മാത്രമേ കൊള്ളാന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലെ? സോ നമുക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ലല്ലേ? നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഐ വിൽ റിപ്ലൈ. ഓക്കെ, താങ്ക് യു സാർ അനു, താങ്ക് യു ആഷിഖ്, സനിക, താങ്ക് യു സാർ ഭീമ, താങ്ക് യു. സൂപ്പർ സാർ ഗീതു. അപ്പൊ ഓക്കെ, ഞാൻ ക്ലാസ് കട്ട് ചെയ്യാണ്. സോ ഗീതു താങ്ക് യു സാർ, സന്ധ്യ താങ്ക് യു സാർ. ഓക്കെ.